ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മീനച്ചാർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു 4 കിലോ കേതുൾ മീൻ കഷ്ണങ്ങളായിട്ട് ഞുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്ലീനാക്കി കഴുകിയെടുത്തുകൊണ്ട് വരാം. മീൻ കഴുകിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം. എന്നിട്ട് 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ മീനിൻ്റെ അകത്ത് മുളകെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ നല്ലെണ്ണയ്ക്കകത്ത് വേണം നമ്മൾ മീൻ വറുത്ത് പോരാൻ. കാരണം മീൻ അടച്ചാർന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ ഇരിക്കുന്നതാണ്. അപ്പോൾ കേട് കൂടാതിരിക്കണമെങ്കിൽ നല്ലെണ്ണയ്ക്കകത്ത് നമ്മൾ മീൻ വറുത്ത് കോരി എടുക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ കുറേശ്ശെ കോരിയിട്ട് എല്ലാം വറുത്ത് കോരി എടുക്കാം. നമ്മൾ മീൻ എണ്ണയ്ക്കകത്തിട്ടാൽ ഉടനെ അത് ഇളക്കാൻ പാടില്ല. മീനൊന്ന് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷമേ ഇളക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മീൻ മുഴുവൻ പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് വേറൊരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്ന് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂണ് വലിയ സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല റെഡിയായി. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ മീനച്ചാർ റെഡിയായിട്ടുണ്ട്. ഇത് എത്ര നാൾ വേണേലും നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം. എല്ലാവരും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീട്ടിലുണ്ടാക്കി നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.